നമ്മളിൽ പലരും നമ്മളിലും ചുറ്റുമുള്ളവരിലും എന്തൊക്കെ കുറവുകളുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. അന്യൻ്റെ കുറവുകളിൽ സന്തോഷിക്കുകയും അവനവൻ്റെ കുറവുകളിൽ അത്യന്തം ദുഃഖിതരാകുകയും ചെയ്യുന്നു. ശാരീരികമായ എല്ലാ കഴിവുകളും ഈശ്വരൻ കനിഞ്ഞു നൽകിയിട്ടുണ്ടെന്ന ബോധമില്ല. എന്നാൽ ചിലർ ശാരീരികമായി വളരെയധികം പരിമിതികൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ചരിത്രം രചിക്കുന്നു. അവർ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ 7 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അവരാണ് ദ റിയൽ ഹീറോസ്. അവർക്ക് വേണ്ടി ഭാരത സർക്കാർ 20 കോടിയാണ് ചെലവാക്കിയത്. എന്നാൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ അത്ലീറ്റ്സിന് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ പോലും നേടാനായില്ല. അവർക്ക് വേണ്ടി ഭാരത സർക്കാർ 500 കോടിയിലധികമാണ് ചെലവാക്കിയത്. ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള അന്തരം. അവർ എന്നുദ്ദേശിച്ചത് ഭിന്നശേഷിക്കാരായവർ. അവർ എല്ലാത്തിലും സാധ്യതകൾ കണ്ടു മുന്നേറുന്നു. നമ്മൾ ഇല്ലായ്മയും കുറ്റവും കുറവും രാഷ്ട്രീയവും പറഞ്ഞ് സ്വയം അപഹാസ്യരാവുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഭിന്നശേഷിക്കാരായവരാണ് ദ റിയൽ ഹീറോസ്. അവരുടെ കഥകളാണ് പറയേണ്ടത്. എന്തെന്നാൽ അവർ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. അവരുടെ ജീവിതം ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രചോദനമാണ്. ദ റിയൽ ഹീറോ സീരീസിൽ ആദ്യം വിവരിക്കുന്നത് കൈകളില്ലാത്ത ഒരു പാരാ ആർച്ചറെ പറ്റിയാണ്. വിശേഷണങ്ങൾ ഒരുപാടുള്ള 17 വയസ്സിൽ ചരിത്രം രചിച്ച ആർച്ചറിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ശീതൾ ദേവിയെ പറ്റിയാണ്. Hi, I'm Bipin, and it makes sense to be informed about the world we live in. ശീതൾ ദേവി 2007 ജാനുവരി 10 ജമ്മു ആൻഡ് കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് ജനിച്ചത്. ശീതൾ ജനിച്ചത് ഫോക്കോമീലിയ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ശീതളിന് 2 കൈകളും ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ തൻ്റെ വിധിയെ പഴിക്കാതെ മുന്നേറാൻ ദൃഢനിശ്ചയമെടുത്തവളായിരുന്നു ശീതൾ. 2019 കിഷ്ത്വാറിൽ നടന്ന യൂത്ത് ഇവന്റിൽ പങ്കെടുക്കവേ ശീതൾ ദേവിനെ ഇന്ത്യൻ ആർമിയുടെ രാഷ്ട്രീയ റൈഫിൾസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഇന്ത്യൻ ആർമി ശീതളിന്റെ വിദ്യാഭ്യാസത്തിനും വൈദ്യപരിചരണത്തിനും സഹായം നൽകി. അതവളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. കോച്ചുമാരായ അഭിലാഷ് ചൗധരിയും കുൽദീപ് വേദ്വാനും ശീതൾ ദേവിയെ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അവർ ആദ്യം പ്രോസ്തെറ്റിക്സിന്റെ സഹായത്തോടെയാണ് ശീതൾ ദേവിയെ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ശീതളിന്റെ ശാരീരിക അവസ്ഥയ്ക്ക് പ്രോസ്തെറ്റിക്സ് അനുയോജ്യമല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ കോച്ചുകൾ നിരാശരായി. എന്നാൽ ശീതൾ അവളുടെ സ്വന്തം കാലുകളാൽ മരം കയറാനുള്ള പ്രാപ്തി തനിക്കുണ്ടെന്ന് കോച്ചുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോച്ചുകൾക്ക് അവളിലുണ്ടായ കോൺഫിഡൻസ് കൂടി. കോച്ചുകളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ അവർ ഇതുവരെ കൈകളില്ലാത്ത ഒരാളെ ആർച്ചറിക്കായി ട്രെയിൻ ചെയ്തിട്ടില്ല. കോച്ചുമാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മാത്യു സ്റ്റുട്സ്മാൻ എന്ന കൈകളില്ലാത്ത ഇന്റർനാഷണൽ പാരാ ആർച്ചറെ പറ്റിയുള്ള വിവരം ലഭിച്ചു. അദ്ദേഹം 2012 മുതൽ പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരമാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശീതൾ ദേവിയുടെ പരിശീലനം ആരംഭിച്ചു. പരിശീലനം ആരംഭിച്ച് 11 മാസത്തിനുള്ളിൽ ശീതൾ ദേവി 2022 നടന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ പങ്കെടുത്തു. അവിടെ 2 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും നേടി. അവിടെ വെച്ച് ശീതൾ ദേവി എന്ന പ്രതിഭയുടെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ശീതൾ ദേവി കൈകളില്ലാത്ത ലോകത്തിലെ ആദ്യ വനിതാ പാരാ ആർച്ചറാണ്. 2023 ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ ബെസ്റ്റ് യൂത്ത് അത്ലീറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ശീതൾ നേടും. അതേ വർഷം ഭാരത സർക്കാർ അർജുന അവാർഡ് നൽകി ശീതൾ ദേവിയെ ആദരിക്കും. വെറും 16 വയസ്സുള്ളപ്പോൾ കായിക താരങ്ങളുടെ 2ാമത്തെ മികച്ച പുരസ്കാരമായ അർജുന അവാർഡ് ശീതൾ ദേവിയെ തേടിയെത്തും. 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക് ഗെയിംസിൽ ശീതൾ ദേവി കാണികളുടെ ഇഷ്ടതാരമായിരുന്നു. വ്യക്തിഗത റൗണ്ടിൽ ആദ്യ എലിമിനേഷൻ റൗണ്ടിലെ ആദ്യ അവസരത്തിൽ തന്നെ ശീതൾ ബുൾസൈ അടിക്കും. ആ വീഡിയോ ലോകമെമ്പാടും വൈറലായിരുന്നു. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ വ്യക്തിഗത ഇവന്റിൽ നിന്ന് ശീതൾ എലിമിനേറ്റ് ആവുമ്പോൾ കാണികൾ നിരാശരായിരുന്നു. എന്നാൽ മിക്സ് ടീം കോമ്പൗണ്ട് ഇവന്റിൽ രാകേഷ് കുമാറിന്റെ കൂടെ വെങ്കലം നേടി ആരാധകർക്ക് ആവേശം പകരും ശീതൾ. ആവേശം പാരീസിൽ മാത്രമല്ല അലയടിച്ചത്. അത് സ്വന്തം ഗ്രാമമായ കിഷ്ത്വാറിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, കയ്യും കാലുമില്ലാത്ത പെൺകുട്ടി. അവൾ ശീതൾ ദേവിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആർച്ചറിയിൽ പരിശീലനം ആരംഭിക്കും. അതും ശീതളുടെ കോച്ചായ കുൽദീപ് വേദ്വാന്റെ ശിക്ഷണത്തിൽ. ഇതൊക്കെയാണ് ശരിക്കുമുള്ള ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്. ശീതൾ ദേവി ഒരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിൽ ഇങ്ങനെയൊരു പ്രതിഭ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്ന്. ദ റിയൽ ഹീറോ സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത എപ്പിസോഡിൽ വേറൊരു പാരാലിമ്പിക് ഹീറോയുടെ എപ്പിക് ജേണി വിവരിക്കാനായി എത്തുന്നതുവരെ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്. Be informed.